പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ
വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും ഡേറ്റ് ഫിക്സ് ചെയ്തവർ, തിരിച്ചു വരാൻ പോകുന്നവർ, നിങ്ങളുടെ യാത്രകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കൊണ്ടുപോകുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. ആശുപത്രി കിടക്കുന്ന രോഗികളെ, രോഗം ഇതുവരെ പിടികിട്ടാത്തവരെ, പലതരത്തിലുള്ള നീണ്ട ഐസിയുവിലും നീണ്ട ദിവസങ്ങൾ താമസിക്കുന്നവരെ, സാമ്പത്തികമായ ബാധ്യതകളാൽ വലിയ ജപ്തി നടപടിയൊക്കെ വരാൻ പോകുന്നവരും വന്നിട്ട് അതിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവിനെ ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ ഇപ്പോൾ ഇവിടെ ഞാൻ 2010 വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയി. ഇപ്പോൾ ജോർദാനിൽ ഇറങ്ങി ജോർദാൻ്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രയേലിൻ്റെ അതിർത്തിയിലേക്ക് പോകാനുള്ള യാത്രയാണ്. അപ്പോൾ മൊവാബ് മലയുടെ മുകളിൽ വന്ന് മൊവാബ് മലയുടെ താഴ്വരകളിൽ ആണ് മോസസിനെ അടക്കിയിരിക്കുന്നത്. എവിടെയാണെന്ന് അടക്കിയിരിക്കണമെന്ന് അറിയത്തില്ല. താഴ്വരയിൽ എവിടെയാണ് ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല മോസസിൻ്റെ ശവകുടീരം. അപ്പോൾ അവിടെ പക്ഷേ ഈ മൊവാബിൻ്റെ മലയിൽ, ആ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് നോക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ വാഗ്ദാന നാട് കാണാം. നമുക്ക് മോസസ് അവിടെ നിന്നാണ് വാഗ്ദാന നാട് കണ്ടത്. അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്ത് വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കാൻ ഒത്തില്ല. പക്ഷെ അവിടെ വെച്ച് ആ മൊവാബിൻ്റെ ആ മരുഭൂമി പ്രദേശത്ത് വെച്ച് ഒത്തിരി പേര് ഈ ആഗ്നേയ സർപ്പങ്ങൾ കൊത്തി, അതെല്ലാം മോഹാലസ്യപ്പെട്ടു. കുറേ പേര് മരിച്ചു, കുറേ പേര് മോഹാലസ്യപ്പെട്ടു. ഈ മോഹാലസ്യപ്പെട്ടവരെല്ലാം മോസസ് കണ്ണീരോടെ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു, ആഗ്നേയ സർപ്പങ്ങൾ, മരുഭൂമിയിലെ തീപ്പാമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അണലിയാണ് സാധനം. അതിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ ബാനുവൽ പ്ലാന്റൊക്കെ കാണാം. അതിങ്ങനെ ഉടൽ കൊണ്ട് ഇങ്ങനെ വിറപ്പിച്ച് അത് മണ്ണിൽ പൂണ്ടിരിക്കും. മണ്ണ് വന്നുമ്പോൾ അതിൻ്റെ മൂക്ക് കാണുന്ന മാത്രം ഇതിൻ്റെ മുകളിൽ കാണും. മണ്ണിൻ്റെ നിറമായതുകൊണ്ട് നമ്മൾ കാണത്തില്ല. നമ്മൾ അടുത്തേക്ക് പ്രാണികളും പക്ഷികളൊക്കെ ചെല്ലുമ്പോൾ അത് പിടിച്ച് തിന്നും. മനുഷ്യരാണെങ്കിൽ അതിനെ കൊത്തും. ആഗ്നേയ സർപ്പങ്ങളിങ്ങനെ ഇവരെല്ലാം കൊത്തി. അപ്പം നേരത്തെയും ഈ ആഗ്നേയ സർപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ കൊത്തിയിട്ടില്ലായിരുന്നു. ഇവർ ദൈവത്തിനെതിരെ പിറുപിറുത്ത ആൾക്കാരെയാണ് കൊത്തിയത്. കുറേ പേര് മരിച്ചുപോയി, കുറേ പേര് മോഹാലസ്യപ്പെട്ട്. മോസസിന് മനസ്സിലായി ഇത് അവസാനം വാഗ്ദാനമായിട്ട് ചെല്ലുമ്പോൾ ആളുണ്ടാകത്തില്ലെന്ന്. മോസസ് സങ്കടത്തോട് ദൈവത്തോട് പറഞ്ഞു, ആഗ്നേയ സർപ്പം ഒത്തിരി പേര് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ മോസസ് മനസ്സിലായി ഇനി ദൈവക്രോധമാണ് വന്നിരിക്കണത്, പിറുപിറുത്തന്മാരെല്ലാം തട്ട് കിട്ടുമെന്നുള്ള മോസസിന് ഉറപ്പായി. അപ്പോൾ മോസസ് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എന്നെ നീ കൊന്നേര്, ഈ ജനങ്ങളെ ഇവിടെ മരുഭൂമി നമ്മൾ രക്ഷയുടെ നാട്ടിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞല്ല നീ എൻ്റെ നേതാവാക്കിയത്. അവസാനം നിന്നെ ആക്ഷേപിക്കുകയും ചെയ്യണം. ഞാൻ പിന്നെ ജീവിതത്തിൻ്റെ കാര്യമില്ലെന്നൊക്കെ മോസസ് ദൈവത്തോട് ഇങ്ങനെ ഇൻട്രാക്ട് സംസാരിക്കും. അപ്പോൾ മോസസിനോട് പറയും, നീ ഒരു പണി ചെയ്യും, ഒരു പിത്തള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കുക. സർപ്പദംശനമേറ്റ ആൾക്കാർ അതിനെ കാണുമ്പോൾ അതൊരു വടിയിൽ ഉയർത്തി നിർത്തണം. അതിനെ കണ്ടാൽ സർപ്പദംശനം വന്ന ആൾക്കാർ രക്ഷഭാഗം ഒരു മീഡിയ ഉപയോഗിച്ചതാണ്. ദൈവത്തിന് വേണമെങ്കിൽ സാരമില്ല, ഞാൻ കൽപ്പിക്കുന്നു, ദംശനമേറ്റ ആൾക്കാരെല്ലാം ജീവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീവിക്കാനേ ഉള്ളൂ. അപ്പോൾ ദൈവം അവിടെ ഒരു ദൃശ്യമായ മനുഷ്യനെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ദൃശ്യമായൊരു അടയാളങ്ങൾ കാണിച്ചു. ഇപ്പം നമ്മൾ കാശുരോഗം ധരിക്കണ ആ ഉദ്ദേശത്തിലാണ്. ഒരു അടയാളമായിട്ടാണ്, വിശ്വാസത്തിൻ്റെ അടയാളം. വിശ്വാസത്തിൻ്റെ പലതരത്തിലുള്ള അടയാളങ്ങളുണ്ട്, അതിൽ ഒരു അടയാളമാണിത്. അവിടെ പക്ഷേ ഇത് അതിമനോഹരമായിട്ട് കുരിശേൽ ഈ പാമ്പ് ബ്രാസ് കൊണ്ട്, പിത്തള കൊണ്ട് ഒരു വലിയ പാമ്പ് ഈ കുരിശേൽ ഇങ്ങനെ പൊളഞ്ഞ് മറിഞ്ഞ് കിടക്കണത് അവിടെ ഒരു ഭയങ്കര രൂപമുണ്ട്. നമ്മൾ യൂട്യൂബിൽ അടിച്ചാൽ മനസ്സിലാക്കി കാണാൻ പറ്റും. നല്ല രസമാണ്.
അതിൻ്റെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് മോശം മരിക്കുകയും ചെയ്യും, മോശത്തിൻ്റെ ആ താഴ്വര അടക്കുകയും ചെയ്യും. പിന്നെ ജോഷുവയാണ് ഇവരെയും കൊണ്ട് പടിഞ്ഞോട്ട് പോണത്. പടിഞ്ഞോട്ട് പോകുമ്പോൾ ജോഷുവ കുറേ എങ്ങനെ ചത്തുകെട്ട് തീർന്നേ. പിറുപിറുത്തവന്മാരെല്ലാം, ദൈവിക പദ്ധതിക്കെതിരെ പിറുപിറുത്തവന്മാരെല്ലാം 40 കൊല്ലമായിട്ട് ഇവർ ഈ അതായത് അശുദ്ധ രക്തം ഒഴുകിപ്പോകാൻ ദൈവം എടുത്ത സമയമാണ് 40 കൊല്ലം. അവിശ്വസ്തത രക്തം ഉള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് 40 കൊല്ലം എടുത്തത്. കാരണം ഇവരുടെ കുഴിമാടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈജിപ്റ്റ് വരെയാണ് കുഴിമാടങ്ങൾ. എബ്രായർ 3:16-17 വചനങ്ങൾ. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ, മല്ലടിച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ, അവരുമായല്ലേ അവർ 40 വത്സരം മല്ലടിച്ചത്, അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബദിച്ചത്. അപ്പോൾ ഈജിപ്റ്റ് മുതൽ ഇസ്രായേൽ വരെ ശൗര്യങ്ങളാണ് അവരുടെ. ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവസാനം ഫിൽട്ടർ ചെയ്തിട്ട് ലാസ്റ്റ് ഫിൽട്ടറിങ് വരുന്നുണ്ട്. എന്താ പറയണത്? അത് ജോഷുവയുടെ ഫിൽട്ടറാണ്. ജോർദാൻ നദി കടന്നു കഴിയുമ്പോഴും വീണ്ടും ഫിൽട്ടറിങ് വരികയാണ്. എന്താ പറയണത്? നമ്മൾ ജോർദാനിലേക്ക് കടക്കാൻ പോവുകയാണ്. വാഗ്ദാന പേടകം ജോർദാൻ കടന്നിക്കരെ എത്തിയിരിക്കുന്നു. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദാന പേടകം 40 വർഷത്തെ യാത്ര, നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ച യാത്ര ഇവിടെ പരിസമാപ്തിയാകുകയാണ്. എനിക്ക് നിങ്ങളോട് ലാസ്റ്റായിട്ട് ഒന്നേ പറയാനുള്ളൂ. ദൈവത്തിന് അവിശ്വസ്ത കാണിച്ചവരുടെ കുഴിമാടങ്ങളാണ് അവിടെ നിന്ന് ഇവിടം വരെ ഒരു വഴിക്കല്ല് പോലെ കിടക്കുന്നത്. ഇപ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും നിങ്ങൾക്ക് പിതാക്കന്മാരെ പോലെ മല്ലടിച്ച് നദിക്കക്കരെയുള്ള ദേവന്മാരുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനമെടുക്കണം. വാഗ്ദാന നാട്ടിൽ നിങ്ങൾക്ക് സ്പേസില്ലെന്ന് പറയും. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാനിക്കും. അവ ലാസ്റ്റ് ഫിൽട്ടറിങ് ആണത്. കാരണം ദൈവത്തോടും ദൈവത്തിൻ്റെ വചനത്തോടും വിശ്വസ്തയോടും മാത്രമേ വാഗ്ദാനം പ്രാപിക്കത്തുള്ളൂ. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇതാണ്, അതായത് ലാസ്റ്റ് നിമിഷം വരെ വിശ്വസ്തത വാഗ്ദാനം പാലിക്കുമ്പോൾ വാഗ്ദാനത്തെ വിശ്വസ്ത കാണിക്കാത്ത ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് ഉടമ്പടിയുടെ വഴികളിൽ നില കിടക്കുന്നത്. നിങ്ങൾക്ക് ഉടമ്പടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കാതിരുന്നവരുടെ കാര്യം നിയോഗങ്ങളിലെ ചത്തുമലർന്നിരിക്കണം നമുക്ക് കാണാം അറ്റം വരെ. നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിലും വിശ്വസ്തരാകുക, അല്ലെങ്കിൽ ഉടമ്പടി അവസാനിപ്പിക്കുക. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വസ്തരാകാൻ വേണ്ടി നമ്മൾ വാഗ്ദാനം എപ്പോഴും പ്രാപിക്കുന്നത് വിശ്വസ്തയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് നമ്മൾ പറയുന്ന ഈ 6 കാര്യം മാത്രമായിരിക്കത്തില്ല. ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിന് പ്രിയങ്കരനായി, ദൈവത്തിന് ബലപ്പെട്ടവനായി, ദൈവത്തിന് ബഹുമാനായി ഒരാൾ തോന്നിയാൽ ദൈവം ഓരോ നിമിഷവും നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് തന്നെ തോന്നും ദൈവം എന്നെ പ്രിയങ്കരൻ, എനിക്ക് ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. കാര്യം ഏറ്റവും Z കാര്യങ്ങൾ ദൈവം ഇടപെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആവേ മരിയ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി യേശുനാമത്തിൽ ഉയർത്തിയ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സനീഷ്. ഞാൻ ഉദയംപേരൂർ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കൃപാസനത്തെ പറ്റി കേട്ടത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെ പറ്റി കേട്ടത്. അദ്ദേഹം എനിക്ക് ഉടമ്പടി പത്രവും സാക്ഷ്യങ്ങളും എനിക്ക് കൈമാറി. ഞാനത് കാണുകയും എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഉടമ്പടി ആദ്യമായി എടുത്തത് 6/8/2022 ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്.
ഞാൻ 10 വർഷമായി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്ത് വരികയായിരുന്നു. ഈ 10 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരുപാട് സ്ഥിരം വേക്കൻസിക്കായി പല സ്ഥാപനങ്ങളിൽ അപ്ലൈ ചെയ്യുകയും ജോലിയൊന്നും ലഭിച്ചിരുന്നില്ല. 2022 കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെ പെർമനൻറ്റ് വേക്കൻസി വരികയും അതിലെനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പതായിട്ട് ഞാൻ അവിടെ പെർമനൻറ്റ് വേക്കൻസിയിൽ എക്സാം എഴുതി കഴിഞ്ഞിരുന്നതിന് ശേഷമാണ് ഉടമ്പടി ഞാൻ എടുക്കുന്നത്. ഉടമ്പടി നിയോഗമായി എനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെ സ്ഥിരം ജോലിക്കായി ഞാൻ പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ച് ഉടമ്പടി നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് എക്സാമിന് മാർക്ക് ജസ്റ്റ് പാസ് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതുമൂലം എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഭയം ഭയങ്കര പേടിയായിരുന്നു. ജോലി ലഭിക്കാൻ ഒരുപാട് മാർക്കുള്ള പിള്ളേർ മുന്നിലുണ്ട്, അവരെയൊക്കെ പിന്നിലാക്കി എനിക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ഭയം എനിക്ക് പേടിയുണ്ടായിരുന്നു. ഉടമ്പടി നിയോഗം വെച്ച് ഫലമായി മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കലിന് എനിക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിന് സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഹോൾ ടിക്കറ്റുമായി അച്ഛൻ്റെ അടുത്ത് വരികയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുമൂലം എനിക്ക് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റിൽ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ജോസഫസിൻ്റെ ബ്ലെസ്സിങ് എനിക്ക് ലഭിച്ചിരുന്നു അന്ന് ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നിരുന്നപ്പോൾ. പ്രാക്ടിക്കൽ ടെസ്റ്റിന് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് എന്താ അമ്മയുടെ പ്രത്യേക ഒരു സാന്നിധ്യം എൻ്റെ എനിക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് എനിക്ക് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ടെൻഷനും ആയെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ആ ടെസ്റ്റിന് അമ്മയുടെ സാന്നിധ്യം എനിക്കുണ്ട്, എൻ്റെ കൂടെ ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാകുകയും എനിക്ക് നല്ല രീതിയിൽ ആ ടെസ്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാം. ഞാൻ വെൽഡറായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. എനിക്ക് ആ വെൽഡിങ്ങിന് നമ്മൾ സ്ഥിരം ചെയ്യുന്ന വർക്കാണെങ്കിൽ തന്നെ നമുക്ക് ടെസ്റ്റിനൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര വിറവലും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അമ്മയുടെ ഈശോയുടെയും ഇടപെടൽ മൂലം നമുക്ക് ആ ടെസ്റ്റ് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. 2023 മെയ്യിൽ എനിക്ക് 108 വേക്കൻസി ആയിരുന്നു വെൽഡർ വേക്കൻസിക്ക് അത് അപ്ലൈ ചെയ്ത്. എനിക്ക് 90ാമത്തെ റാങ്കിലാക്കി എനിക്ക് അമ്മയും ഈശോയും എനിക്ക് ആ ജോലി തന്നെ അനുഗ്രഹിച്ചു. അതിന് അമ്മയോടും ഈശോയോടും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഈ ജോലി സഹായിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ ആദിദേവാണിത്. ഇവന് ജന്മന വിക്കായിരുന്നു. വിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വിക്കായിരുന്നു ഇവന് സംസാരിക്കുമ്പോൾ ഓരോ വാക്ക് നീണ്ടു പോവുകയും ഇവന് സ്കൂളിലൊക്കെ LKGയിലും UKGയിലൊക്കെ പോകുമ്പോൾ കൊച്ചിനാകെ ബുദ്ധിമുട്ടായിരുന്നു. പിള്ളേരൊക്കെ കളിയാക്കലും. അപ്പോൾ നമുക്ക് മാനസികമായിട്ടും ഇവനും ബുദ്ധിമുട്ട്, നമുക്കും മാനസികമായിട്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചിന് എന്തെങ്കിലും വാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ എനിക്ക് അമ്മയിലെ ഈശോയിലും ജോലി തന്നെ സഹായിച്ച അമ്മയിലെ ഈശോയിൽ എനിക്ക് ഒരുപാട് വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ വേറെ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഞാൻ അവനെ കൊണ്ടുപോയില്ല. അടുത്ത ഉടമ്പടി നിയോഗമായി ഇവൻ്റെ ഇത് പ്രശ്നം വെക്കുകയും അമ്മയും ഈശോയും ഇടപെട്ട് അവൻ്റെ വിക്ക് പൂർണ്ണമായും മാറ്റിത്തരികയും യേശു അമ്മയും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും കിബാസന മാതായ്ക്കും കോടാനുകോടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തു വരുന്ന ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞങ്ങൾ മെഡിക്കൽ കോളേജുകളിലും വീടുകളിലും എല്ലാ ജാതിഭേദമന്യമില്ല എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞാൻ അക്രൈസ്തനാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നീട് പ്രേക്ഷിത പ്രാർത്ഥന ഇവിടുന്ന് യൂട്യൂബിൽ കാണുന്ന എല്ലാ വീഡിയോസുകളും ഞങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുകയും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഷെയറുകയും ചെയ്യുമായിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ ജപമാലയൊന്നും എനിക്ക് ചൊല്ലാൻ അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കി പഠിക്കുകയും ജപമാല ചൊല്ലുകയും ഇവിടുന്ന് പുതിയൊരു ബൈബിൾ വായിക്കുകയും അത് പൂർണ്ണമായിട്ട് വായിക്കുവാൻ സാധിക്കുകയും ചെയ്തു. ആത്മീയമായിട്ട് ഒരുപാട് വളർന്നു. എനിക്ക് പ്രാർത്ഥനയിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് വിശ്വാസം കൂടുകയും അമ്മയിലെ ഈശോയിലും ഒരുപാട് വിശ്വാസം കൂടുകയും എനിക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കരുണാലയം പ്രായമായ അമ്മമാർക്കും അവിടെ അന്തേവാസികൾക്കും ഞങ്ങളെ കഴിയാവുന്ന അവരെ വന്ന് സന്ദർശിച്ച് ഞങ്ങളെ കഴിയാവുന്ന ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കുകയും മറ്റുള്ള രോഗികളെ കാണാൻ പോവുകയും അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ കൊടുക്കുകയും ഭക്ഷണ പൊതിച്ചോറുകളെല്ലാം ഞങ്ങൾ പാവപ്പെട്ടവർക്കും നമ്മൾ വഴിസൈഡിലെല്ലാം വിതരണം ചെയ്യാറുമുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നത്. ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് ഇനിയും തുടർന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുമെന്ന്. ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ. നമുക്ക് എല്ലാവരെയും സഹായിക്കാനും അനുകമ്പ തോന്നാനും
എല്ലാ കാര്യങ്ങളും ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് സാധിച്ചു കിട്ടിയത്. ഇനിയും ഈ ഉടമ്പടി തന്നെ പൂർണ്ണമായും ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 33:12 വചനമാണ്. ദൈവത്തെ സ്വന്തം ദൈവമായി സ്വീകരിക്കാനും ദൈവം തൻ്റെ ജനത്തെ സ്വന്തമായി തിരഞ്ഞെടുക്കുവാനും തിരഞ്ഞെടുത്തവരും ഭാഗ്യവാന്മാരാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. മരിയൻ ഉടമ്പടിയിൽ നാം ദൈവത്തെ സ്വന്തം ദൈവമായി പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ ജീവിതം ദൈവത്തിൽ സമർപ്പിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് നാം ഉടമ്പടിയിൽ കൂടെ ഈശോയും അമ്മയുമായിട്ട് നാം മുന്നോട്ട് പോകുന്നത്. ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ജീവിക്കാൻ ഒരു തീരുമാനമാണ് നാം എടുക്കുന്നത്. പ്രശ്നങ്ങൾ വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. കൃപാസനം മരിയൻ ഉടമ്പടിയിലൂടെ നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ മകൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ അറിയിക്കാനും ഉള്ള തീഷ്ണത, യൂട്യൂബ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും പിന്നെ എല്ലാ കാര്യങ്ങളും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമെല്ലാം നല്ല തീഷ്ണതയോടു കൂടെ തന്നെയാണ് സനീഷും ഫാമിലിയും ചെയ്യുന്നത്. അത് അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനും അറിയാത്തവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണതയും ആ സ്നേഹവുമാണ് ഈ മകൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ നമ്മളും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറയുകയാണ്. പരിശുദ്ധ അമ്മ മുഖേന നാം ദൈവത്തിൻ്റെ ജനമായി ജീവിക്കാനും ദൈവത്തിൻ്റെ അവകാശമായ ജനങ്ങൾ, സ്വന്തം ദൈവം നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഉടമ്പടി ജീവിതം നാം മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമ്മെ ദൈവത്തിൻ്റെ ജനമായി നിലനിൽക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതാ ഞാൻ നിന്നോട് കൂടിയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം നിന്നെ കാത്തുരക്ഷിക്കുമെന്നാണ് ഉൽപ്പത്തി പുസ്തകം 28-ാം വചനം പറയുന്നത്. നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, ദൈവസ്നേഹത്തോടെ ഉടമ്പടി ജീവിതം ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നയിക്കാം. സനീഷിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. പരിശുദ്ധ അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി. ഞാൻ വരുന്നത് എറണാകുളം കാക്കനാട് നിന്നാണ്. ഞാൻ 2017 മുതലാണ് കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത്. കൃപാസനത്തിലെ പത്രം വഴിയാണ്. ആ സമയത്ത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമായിരുന്നു. പത്രം കിട്ടിയതിന് മുതലേ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു കുഞ്ഞിന് വേണ്ടി കൃപാസനം പത്രം ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഉടമ്പടി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2018 എനിക്ക് മാതാവിൻ്റെ കൃപയാൽ കുഞ്ഞിനെ കിട്ടി. അതിലൊരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 5ാമത്തെ മാസം പ്ലാസൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് 25ാമത്തെ ആഴ്ച എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് വിഷമിച്ചു. പെട്ടെന്ന് തന്നെ കൃപാസനം പത്രം ഞാൻ എടുക്കുകയും ക്യാൻഡിൽ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് കാണുകയും ഓൺലൈനായിട്ട് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഞാനിട്ട് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ ഡോക്ടർ വന്ന് പറഞ്ഞു, ഇപ്പോൾ സിസേറിയൻ ചെയ്യേണ്ട, ഇനി നെക്സ്റ്റ് ടൈമിൽ പെയിൻ വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് മകനുണ്ടായി. ഇതെൻ്റെ അമ്മ ലിലി ജോസഫ്, എൻ്റെ മൂത്ത മകൻ ഗബ്രിയൽ അയ്യാൻ, രണ്ടാമത്തെ മകൾ മറിയം നേറ. അങ്ങനെ ഇവനുണ്ടായിരുന്നു ഗബ്രിയൽ അയ്യാൻ. അതിന് നന്ദി സൂചകമായിട്ട് ആ സമയത്ത് ഇവിടെ കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. 6ാമത്തെ മാസം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബവും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് എച്ചൻ്റെ കയ്യിൽ നിന്ന് ഇവന് ചോറൂണ് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫ്രീക്വൻ്റ്ലി ഇവിടെ വിസിറ്റിങ്ങിന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മച്ചിയാണ്. അതിനുശേഷം എൻ്റെ ബ്രദർ എടുത്തു. എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സിറ്റുവേഷൻ 2024 ആ സമയത്ത് എനിക്ക് ജോലിയുടെ റിസഗ്നേഷൻ റിലേറ്റ് ചെയ്തിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. എൻ്റെ മകൾ ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഇത് മാറ്റി RTO ആക്കി, റിട്ടേൺ ടു ഓഫീസ് ആക്കി. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് 1 വയസ്സുള്ളത് കൊണ്ടും എൻ്റെ ഫാമിലിയെ ഹാൻഡിൽ ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തില്ല, പുറത്താണ്. അപ്പോൾ എൻ്റെ അമ്മച്ചിയും ഞാനും മാത്രമേ ഉള്ളൂ മാനേജ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം വരെയും പോകാൻ പറ്റാത്ത സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ മഴവിൽ കാണാറുണ്ടായിരുന്നു. അപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടിയിലല്ലാതിരുന്നിട്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴവിലിൻ്റെ സാന്നിധ്യം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്.
അങ്ങനെ 2024 സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തു. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ നിയോഗമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ ഫാമിലി മെമ്പേഴ്സും മറ്റുള്ളവർക്കും വേണ്ടിയാണ് 6 നിയോഗങ്ങളും ഞാൻ വെച്ചിരുന്നത്. ഫസ്റ്റ് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ കൈ ശ്രദ്ധിക്കുന്നത്. എൻ്റെ കയ്യിലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒരു ചെറിയ രീതിയിലെങ്കിലും മാറ്റം വന്നായിരുന്നു. വേറെ മരുന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് ഇവിടുത്തെ വിളക്കിൽ നിന്ന് ഞാൻ വിശുദ്ധ തൈലം ഞാൻ കയ്യിലൊക്കെ തേച്ചായിരുന്നു. 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ഉണങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗം വെച്ചത്. 2025 പിന്നെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ നിയോഗം വെക്കുന്നത്. ആ സമയത്ത് മുതലാണ് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാതാവായിട്ട് ഉടമ്പടിയിലാണല്ലോ, ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ലേ ഓഫും അതിനനുസരിച്ചുള്ള ഇഷ്യൂസൊക്കെ ഈ ടൈമിൽ നടക്കുന്നതുകൊണ്ട് വളരെ സ്ട്രഗിൾ ആയിരുന്നു ഒരു ജോലി കിട്ടാൻ. അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡിലേ നടക്കുന്നത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിലായി കാരുണ്യ പ്രവർത്തികളുടെ പോരായ്മ ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് ഇപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ ഞാൻ ഇവൻ സ്കൂളിൽ പോകുമ്പോൾ ഇവളെ തൊട്ടടുത്തുള്ളൊരു ഡേ കെയറിലാക്കും. എന്നിട്ട് തൊട്ടടുത്തുള്ള പ്രോവിഡൻസ് ഹോം, കരുണാലയം, അവിടെയൊക്കെ പോയി അവിടുത്തെ അന്തേവാസികളായിട്ട് എൻ്റെ കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യും. ഉച്ചയ്ക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ വീട്ടിലോട്ട് വരും. പിന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി റോഡരികിൽ വിശക്കുന്നവർക്ക് കൊടുക്കും. അതേപോലെ സഹായം വേണ്ടവർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ കാരുണ്യ പ്രവർത്തികളിലോട്ട് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഉപവാസമൊക്കെ കറക്റ്റായിട്ട് എടുക്കും. ധ്യാനമൊക്കെ കൂടും. അച്ഛൻ്റെ ടോക്കൊക്കെ കേൾക്കും. ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കൂടും. അങ്ങനെ കൂടുതൽ ഞാൻ കാരുണ്യ പ്രവർത്തികളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. ഡിസംബർ 25-ാം തീയതി എനിക്കൊരു സ്വപ്നം വന്നു. നിനക്ക് ജോലി കിട്ടുമെന്നുള്ളൊരു സ്വപ്നം എനിക്ക് ഒരു വൈദികൻ എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അത് ആരാണെന്ന് എനിക്കറിയില്ല. ഒരു വൈദികൻ്റെ വേഷത്തിലാണ് വന്ന് പറഞ്ഞത്. അതിനുശേഷം ഫെബ്രുവരിയിൽ ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് വന്ന് മേടിച്ചു. എനിക്കൊരു ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം വന്ന് പറയണം എന്ന് പറഞ്ഞു. ഫെബ്രുവരി 7-ാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ സെയിം കമ്പനിയിൽ 3 പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നീ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഇത്ര ടൈമുണ്ട്, 90 ദിവസത്തിന് ശേഷമാണ് പിന്നെ റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈം അവർ ഫിക്സ് ചെയ്തേക്കണോണ്ട് എനിക്ക് പിന്നെയും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഫെബ്രുവരി 6-ന് ആ കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ വന്നു, ലിജി ഈ ഇൻ്റർവ്യൂവിന് ലിജിക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നോടിയായി ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂപവും അച്ഛൻ എനിക്ക് ബ്ലെസ് ചെയ്ത് തന്ന കാശുരൂപവും ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അന്നേ ദിവസം എനിക്ക് കിട്ടിയ ബൈബിൾ വചനം ഏശയ്യ 40 സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ടെന്നുള്ള വചനമാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടിയത്. പിന്നെ ഞാൻ ആ ബൈബിൾ അടച്ചു വെച്ച ആ ഒരു വിശ്വാസവും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മേ, എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ ജോലി എൻ്റെ ഈശോ തരാനുള്ളതാണെങ്കിൽ എൻ്റെ ഉഴപ്പൊന്നും ഉണ്ടാവാതെ എന്നെ അമ്മ മാതാവ് എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയി. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം സെപ്റ്റംബർ മുതൽ ഞാൻ ആ കമ്പനിയിൽ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അറിയാം എത്രയൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഈ ഒരു അറ്റൻഡിങ് എനിക്ക് ഈശോ തന്നതാണെന്നുള്ളൊരു വ്യക്തമായ ബോധ്യം ഉണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. സെക്കൻഡ് റൗണ്ട് വരെ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് വരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ തേർഡ് റൗണ്ടിലോട്ട് എന്നെ സെലക്ട് ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബ്ലാങ്കായി. എനിക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി. അപ്പോൾ ഒരു കുട്ടിയെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ ആ കുട്ടിയിലൂടെ ടോക്കിലൂടെ കുറച്ച് ടോപ്പിക്സ് എനിക്ക് ചെറിയ രീതിയിലുള്ള ടിപ്സ് കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടിപ്സ് ഷെയർ ചെയ്തു. ദൈവാനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പോക്കറ്റിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ആ ഉപ്പ് എൻ്റെ കയ്യിൽ വെച്ച് വിയർപ്പിലായിട്ട് ഇതായിപ്പോയി. അപ്പോൾ ഞാൻ തേർഡ് റൗണ്ടിലോട്ട് പോയപ്പോൾ അവിടുത്തെ ടേബിളിൽ ഞാൻ ഈ ഉപ്പ് കുരിശ് അവിടെ വരച്ചു ആ മേശയിൽ. അങ്ങനെ ഇൻ്റർവ്യൂവിന് അവിടെ പാസ്സായി കിട്ടി. അതിന് ഈ പാസ്സായി കിട്ടിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്ത ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളറും എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി എന്നോട് ഇൻ്റർവ്യൂവർ ചോദിച്ച ഇൻ്റർവ്യൂവിൻ്റെ ഡ്രസ്സിൻ്റെ കളറും വന്നിട്ട് ബ്ലൂ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പാസ്സായി. ഞാൻ അതെൻ്റെ അമ്മയോട് വന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായി. അതിനുശേഷമാണ് അറിയുന്നത് ഇനി അസസ്മെൻ്റ് എന്നുള്ളൊരു കടമ്പ. അതെനിക്ക് വളരെയധികം സ്ട്രഗിളായിരുന്നു. ഞാൻ അസസ്മെൻ്റ് ഒന്നും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് അസസ്മെൻറ്റ് വിത്തിൻ ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ വന്നു, ഫെയിലായി.
സെക്കൻഡ് ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ് ആണ് അസസ്മെൻറ്റിന്. അപ്പോൾ ഒരുപാട് ടെൻഷനായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് അച്ഛൻ്റെ ബ്ലെസ്സിങ് പോയി മേടിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ഫെബ്രുവരി 26 അതിന് മുന്നായിട്ട് ഫെബ്രുവരി 26 അച്ഛൻ പറഞ്ഞു ഗോൾഡൻ 7 എന്നുള്ളൊരു നമ്പർ. അപ്പോൾ ഞാൻ ആ ഫെബ്രുവരി 7 ഈ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് റിലേറ്റഡ് ആക്കി. അങ്ങനെ ഫെബ്രുവരി 26 ഈ നമ്പർ പറഞ്ഞതും 27 എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു സ്വപ്നത്തിൽ വന്ന് ഡേറ്റ് പറയുകയാണ് March 15 എന്നുള്ള നമ്പർ. അപ്പോൾ ഞാനിത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, March 15 എന്നുള്ള നമ്പർ കിട്ടുന്നുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിനക്ക് ഇൻ്റർവ്യൂവും അസസ്മെൻറ്റൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആ ടൈമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടി 15 എന്തെങ്കിലും ഒരു നല്ല കാര്യം മാതാവ് നിനക്ക് ഗിഫ്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും, അതായിരിക്കും ആ 15 എന്നുള്ളൊരു ഡേറ്റ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സ്വപ്നത്തിലൂടെ പറഞ്ഞതെന്ന് പറഞ്ഞു. അസസ്മെൻറ്റ് പറഞ്ഞത് March 10 9 ഞാനിവിടെ വന്നു. ആ സമയത്ത് ഇവിടെ പരീക്ഷ നടക്കുന്നവർക്ക് വേണ്ടി ബ്ലെസ്സിങ് നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഡോക്യുമെൻറ്റ്സും കൊണ്ടുവന്നു. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ അച്ഛനോട് അങ്ങോട്ട് പറഞ്ഞു, അച്ഛോ March 15 എന്നുള്ളൊരു ഡേറ്റ് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അച്ഛനൊന്നും പറഞ്ഞില്ല. എന്നിങ്ങനെ നോക്കി ഞാൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ അസസ്മെൻറ്റ് എഴുതി. അസസ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പുറത്ത് പോയാണ് ഞാൻ ആ ചെയ്തത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറേ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എച്ച് ആർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് ഡിസ്ട്രാക്ഷൻ കാണിക്കുന്നുണ്ട് ലിജി, എന്തായാലും ഞങ്ങളൊന്ന് വെരിഫൈ ചെയ്യട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളൊരിതാണ്, കയ്യിൽ നിന്ന് പോവോ, എൻ്റെ ആ ഒരു ഉഴപ്പ് കൊണ്ട് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് നെക്സ്റ്റ് ഡേ തന്നെ മെയിൽ വന്നു, ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. March 11 March 13 ഞാൻ ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്തു. വെരിഫിക്കേഷൻ കഴിഞ്ഞ് March 14 എനിക്ക് മെയിൽ വന്നു, ഓഫർ ലെറ്റർ വന്നു. 15 ഞാൻ ഈ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് സെൻഡ് ചെയ്തു. ഈ വരുന്ന April 20, അതായത് നെക്സ്റ്റ് വീക്ക്, ഞാൻ US ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയിൽ ബെറ്റർ സാലറിയിലാണ് എനിക്ക് ജോബ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാനവിടെ April 20 ജോയിൻ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ജോലി കിട്ടിയ സാക്ഷ്യം. രണ്ടാമതുള്ള സാക്ഷ്യം എൻ്റെ മകളുടെ സാക്ഷ്യമാണ്. ഇവൾ മറിയം നൈറ. ഇവൾക്ക് ഇപ്പോൾ 3 വയസ്സ്. എന്നാൽ കഴിഞ്ഞ നവംബറിൽ 1.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൾ കളിക്കുന്നതിനിടക്ക്, ഞാൻ കുറച്ച് പണിയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, കളിക്കുന്നതിൻ്റെ ഇടക്ക് 1 രൂപയുടെ വലിയ കോയിൻ വിഴുങ്ങി. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് മോള് വന്ന് പറഞ്ഞു, അമ്മ പൈസ വിഴുങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പിന്നീട് മറിച്ചൊന്നും ചോദിച്ചില്ല. ഇവനും വേറെന്തോ കളിയിലൊക്കെ ആയതുകൊണ്ട് ഇവനും ശ്രദ്ധിച്ചില്ല. അപ്പോൾ തന്നെ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടി ഇവളെയും കൊണ്ട് അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞേ, ഇത്രയും ചെറിയ കൊച്ച് 1 രൂപയുടെ കോയിനൊന്നും വിഴുങ്ങാറായിട്ടില്ല, അങ്ങനെ വിഴുങ്ങിയൊന്നുമില്ല, കൊച്ച് വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഉറപ്പാണോ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ കൊച്ച് പറയുന്നുണ്ട്, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇവളോട് ചോദിച്ചു, പൈസ വിഴുങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു, പൈസ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിനുള്ള ചാൻസ് ഒന്നും ഇല്ലടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്കാൻ ചെയ്ത് നോക്ക് ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മച്ചി ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. അതിൻ്റെ ബേസിൽ ഡോക്ടർ സ്കാൻ ചെയ്തു. അതൊരു വലിയ കോയിനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എങ്ങനെ ഇത്രയും വലിയ കോയിൻ? കൊച്ചിന് യാതൊരു കുഴപ്പവും ഇല്ല, വിയർക്കുകയോ വോമിറ്റ് ചെയ്യുകയോ യാതൊരു പ്രശ്നവും ഇല്ല, ഇത്രയും വലിയ കോയിൻ എങ്ങനെ കൊച്ച് ഇറക്കി എന്നൊക്കെ ചോദിച്ചു. ഇത് വലിയൊരു പ്രൊട്ടക്ഷനാണോ? യാതൊരു കുഴപ്പം കൂടാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ, പക്ഷേ ഇനി ഇത് എങ്ങനെ പുറത്തോട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളാകെ ടെൻഷനായി. കാരണം എൻ്റെ വിചാരം ഒരു മരുന്നൊക്കെ വെച്ചാൽ പുറത്തോട്ട് വരുമല്ലോ എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ അതൊന്നും വെക്കാൻ പറ്റില്ല, കുട്ടിക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ, സർജറികളൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞു. അപ്പോൾ സീനിയർ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഒന്നും തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാം, ബട്ട് ബിറ്റ്വീൻ ഈ 2 ഡേയ്സിൽ എന്തെങ്കിലും കൊച്ച് അമിതമായിട്ട് വിറക്കുകയോ വോമിറ്റിങ്ങോ വേദനയുടെ എന്തെങ്കിലും സിംറ്റമോ നിർത്താതെ കരയിലോ കാണിക്കുകയാണെങ്കിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ പോയതും ഡോക്ടേഴ്സിനെ കാണിക്കുന്നതും. ഫസ്റ്റ് ഡേ നോക്കി വരുന്നില്ല. സെക്കൻഡ് ഡേ ഞങ്ങൾ അന്ന് മുതലേ വിശുദ്ധ വസ്തുക്കൾ നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇവക്ക് കൊടുക്കുന്ന വെള്ളത്തിലാണെങ്കിലും ഫുഡിലാണെങ്കിലൊക്കെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കും. എല്ലാ ദിവസവും അവൾക്ക് അവളുടെ വയറ്റിൽ ഉടമ്പടി തൈലം പൂശി കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ അവൾക്ക് നിരന്തരമായിട്ട് വിശുദ്ധ വസ്തുക്കൾ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. വേറെ മെഡിസിനൊന്നും നമുക്ക് അവർ തന്നിട്ടില്ല. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ അറിഞ്ഞു ഈ ഒരു കാര്യം. അപ്പോൾ ഉടമ്പടി എടുത്ത 2-3 ആൾക്കാർ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു, ലിജി പേടിക്കണ്ട, 3-ാമത്തെ ദിവസം എന്ന് നിനക്ക് കിട്ടുമായിരിക്കും ഇവിടെ, നീ പേടിക്കണ്ട, അവൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഇതിൽ തന്നെ, അപ്പോൾ നീ പ്രാർത്ഥിക്ക്, 3-ാമത്തെ ദിവസം വരെ നമ്മുടെ ഈശോ ഉയർത്തെഴുന്നേറ്റേ, അപ്പോൾ അവൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3-ാമത്തെ ദിവസം എന്നുള്ള ഒരു ഇത് എനിക്ക് ഒരു സ്റ്റക്കായി. അപ്പം ഞാൻ 3-ാമത്തെ ദിവസത്തിന് വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നാളെയാണ് ഈ പറയുന്ന 3-ാമത്തെ ദിവസം. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഇത് ഇവിടം വരെ എത്തി, നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ ഞാനത് സെക്കൻഡ് ഡേയിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി എന്നെ കൊണ്ടുപോയി ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് വൻകുടലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്.
പക്ഷേ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ കൊയിൻ ആയതുകൊണ്ട് ഇത് വൻകൂടലിലൊരു ഒരു ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, അവിടെ വെച്ച് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ കുട്ടി എന്തെങ്കിലും ഒരു സിംറ്റം കാണിക്കും. അപ്പോൾ തന്നെ ഡിലേ ആക്കരുത്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. നമുക്ക് സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് സർജറി ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് പേടിയും ടെൻഷനും ആയി. ഞങ്ങളപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഉടമ്പടി എടുത്തിട്ടുള്ളവരോടും ഞാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടിയിലുള്ളവരെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 3-ാമത്തെ ദിവസം ഇവരുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് വന്നു. ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞാൻ വേറൊരു പ്രൈവറ്റ് ഡോക്ടറിനെയും കണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ടെൻഷനായി. അത് ആ കോയിൻ പുറത്തോട്ട് ഞങ്ങൾക്ക് 3-ാമത്തെ ദിവസം തന്നെ കിട്ടുകയും ചെയ്തു. അതാണ് എൻ്റെ ഈ 2ാമത്തെ മോളുടെ സാക്ഷ്യം. 3-ാമതായി എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ്. ഇവൻ ഗബ്രിയൽ അയാൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ അല്പം ഇത്തിരി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളൊരു ടൈപ്പാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ക്ലാസ്സിൽ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ആയിരുന്നു. ടീച്ചേഴ്സ് ഡെയിലി വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് പറയും. ഗബ്രിയലിൻ്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണീന്ന് വെള്ളം വരും. ദൈവമേ ഇന്ന് എന്താണെന്നോ ഒപ്പിച്ചേക്കണേ എന്നൊരു ടെൻഷൻ വരും. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഇവനെ പറയും, എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം അടങ്ങിയിരിക്കില്ല, മറ്റുള്ള കുട്ടികളുടെ ഫുഡ് എടുക്കുന്നു, അവരെ തല്ലുപിടിക്കുന്നു, ടീച്ചേഴ്സ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെയാണ്, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലോട്ട് പോവുകയാണ്. പള്ളിയിലാണെങ്കിലൊക്കെ അതെ. അപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ ഇവന് വിശുദ്ധ തൈലം ഞാൻ അവന് തേച്ച് കൊടുക്കും. തേൻ അവൻ തന്നെ ഉപയോഗിക്കും. എന്നിട്ട് ഇവൻ തന്നെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ഇപ്പോൾ ഇവൻ പറയും. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, എൻ്റെ കുറവുകളെല്ലാം നിർവകളാക്കണമേ, എൻ്റെ പഠനാവശ്യത്തിലും എൻ്റെ സ്വഭാവത്തിലും നിറക്കണമേ, നല്ല മകനായി യേശുവിൻ്റെ മകനായി ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഈ ഒരു പ്രാർത്ഥന ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറയും, അമ്മ മാതാവേ, ഇവനെ എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാനുള്ളതാണ്. ഇവൻ്റെ സ്വഭാവത്തിൽ നല്ല ചേഞ്ചസ് വരുത്തണം. ഇവൻ ഡിസിപ്ലിനും അതിന് പ്രായത്തിനനുസരിച്ചുള്ള കുരുത്തക്കേട് നമുക്ക് സഹിക്കാം. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ആയാൽ നമുക്കും ഇവനും അതിനനുസരിച്ചുള്ളൊരു ഇഷ്യൂസ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവനിപ്പോൾ ഞാൻ വിചാരിച്ചതിനും കൂടുതൽ പ്രാർത്ഥനയിൽ ഒരുപാട് ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനകളിലും ഇവനും എന്നോടൊപ്പം പങ്കെടുക്കും. അതുപോലെ ബൈബിളൊക്കെ എഴുതാൻ ഇവനും ആക്റ്റീവായിട്ട് നിൽക്കാറുണ്ട്. ജപമാല എല്ലാ ദിവസവും എത്ര ലേറ്റ് ആയാലും ചൊല്ലിയിട്ട് കിടക്കാനും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഇവനും ആ ഒരു രീതിയിലായതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇവനിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്ത സാക്ഷ്യം ഇതെൻ്റെ അമ്മയാണ്, ലിലി ജോസഫ്. അമ്മച്ചിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഫസ്റ്റിൽ തന്നെ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരും എന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാരണം ഞാനും അമ്മച്ചിയും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള കൂടെ ഒരു ഇത് വന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയെ ഓപ്പറേഷനൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് സൗഖ്യമൊക്കെ കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മച്ചിക്ക് നെക്സ്റ്റ് സ്കാനിങ് പറഞ്ഞത് എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റിലാണ്. ഞാനപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ ഇവിടെ ഞാൻ വന്നു. അമ്മച്ചി സ്കാനിങ്ങിനായി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, ഓക്കെ ആയിട്ടുണ്ട്. അമ്മച്ചി ആ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ദിവസം മുതൽ അമ്മച്ചിയുടെ ഉദരത്തിൽ ഞാനും അമ്മച്ചിയും കൂടി വിശുദ്ധ തൈലം പൂശി കൈയൊക്കെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഫുഡിൽ വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. വേറെ മരുന്നൊന്നും തന്നിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾക്കതൊരു വളരെ ആശ്വാസമായിരുന്നു. അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വ്യക്തിയായിട്ടൊരു അകൽച്ച ഉണ്ടായിരുന്നു. ഞാനങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എനിക്ക് ഫസ്റ്റ് തന്നെ തന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഇമേജ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചിട്ട് കോംപ്രമൈസ് ആവാനായിരുന്നു. അന്ന് തന്നെ ഞാൻ വിളിച്ചു. ആ വ്യക്തിയുമായി ഞാൻ കോംപ്രമൈസായി. നെക്സ്റ്റ് വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാത്രി നമ്മുടെ 5:30 പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് ഞാനൊരു സ്വപ്നം കാണുകയാണ്. നമ്മുടെ അച്ഛൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വാട്സപ്പിൽ ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ അമ്മച്ചിയായിട്ട് പറയായിരുന്നു, നമ്മളുടെ ഇവിടെ ഒരുപാട് പേര് ഉടമ്പടി ഉള്ളവരുണ്ടല്ലോ, ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ വേണം. പക്ഷേ ആരും ഇനിഷ്യേറ്റ് എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും പേടിയായിരുന്നു അതൊക്കെ തുടങ്ങാൻ. അപ്പോൾ അന്നേ ദിവസം രാവിലെ ആ ടൈമിൽ എനിക്കൊരു മെസ്സേജ് വരികയാണ് വോയിസ് ആയിട്ട്, നീ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം, അമ്മയുടെ മക്കൾ എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. ഞാൻ ഈ കാണിച്ചു തരുന്ന വ്യക്തികളെ മാത്രമേ നീ അതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ആരൊക്കെയാണ് അമ്മ അത് വരുന്നു ചോദിച്ചു. അപ്പം അമ്മ എനിക്ക് കുറച്ച് വ്യക്തികളുടെ ഇമേജാണ് എനിക്ക് കാണിച്ചു തരുന്നത്. ഇവരെയൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, വീടിൻ്റെ അടുത്തുള്ളവരാണ്. പക്ഷേ ഞാൻ അങ്ങനെ അടുത്തുള്ളവരോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ
മാത്രമല്ല അവരൊക്കെ ഏത് രീതിയിൽ എടുക്കും ഞാനൊരു മെസ്സേജ് പറയുമ്പോൾ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാനപ്പോൾ അമ്മയോട് പറയണം, അമ്മേ ഞാൻ ഇവരെയൊക്കെ എങ്ങനെയാണ്, എനിക്ക് അറിയ പോലും ഇല്ലല്ലോ, ഇവരെ കണ്ടിട്ടുണ്ട് അറിയില്ല എന്ന് പറഞ്ഞു. നീ അവരുടെ അടുത്ത് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തന്നെ അമ്മച്ചെടുത്ത് പറഞ്ഞപ്പോൾ അമ്മച്ചു പറഞ്ഞു, എടി ഇത് മാതാവ് തന്ന മെസ്സേജാണ്, നീ ചെല്ലാൻ പറഞ്ഞു. ആ വ്യക്തികളെ നേരിട്ട് പോയി കണ്ടു. അങ്ങനെയാണ് അറിയുന്നത് അവരെ കുടമ്പടിയിൽ 2-3 ആൾക്കാരുണ്ട്, കുറച്ച് പേര് മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു, ആ ഗ്രൂപ്പ് തുടങ്ങി. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ പൊതിച്ചോറ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കും. കരുണാനിലയം, പിന്നെ സ്നേഹനിലയം, പ്രൊവിഡൻസ് ഹോം, അവിടേക്ക് അവരെ അന്തേവാസികളെ പോയി മീറ്റ് ചെയ്യും. ഞങ്ങൾ കുടുംബം ഒത്തുടങ്ങാൻ മീറ്റ് ചെയ്യും. ഞങ്ങൾക്കൊരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്രം ജപമാല ഞങ്ങൾ എത്തിക്കുമ്പോൾ തന്നെ സമർപ്പിച്ച് അതിൽ വിശുദ്ധ തൈലം പൂശി ദൈവവചനങ്ങൾ എഴുതി അത് അർഹതപ്പെട്ടവരുടെ കൈകളിലോട്ടാണ്. കാരണം ഇത് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് പറയും എൻ്റെ അനുഭവങ്ങൾ, ആ ടൈമിലെ അനുഭവങ്ങൾ പറഞ്ഞ് ഞാനത് കൊടുക്കാറുള്ളത്. പിന്നെ ചില അമ്മാമ്മമാർക്കൊന്നും വായിക്കാൻ അറിയില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ചിലതൊക്കെ വായിച്ചൊക്കെ കൊടുക്കും. പിന്നെ ഭാഷ അറിയാൻ വേറെ ഭാഷയിലുള്ള പത്രം മേടിച്ച് ഞാൻ അവർക്ക് മേടിച്ച് കൊടുക്കും. പിന്നെ ഒക്ടോബറിൽ ഞാനിവിടെ കുമ്പസാരത്തിന് വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് ഉപവാസ പ്രാർത്ഥന എടുക്കാൻ പറഞ്ഞു, 40 ദിവസത്തെ. അങ്ങനെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എടുത്തപ്പോൾ 24ാമത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അന്ന് 11:30 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ തിരിയിൽ തെളിഞ്ഞു വന്നു. പിന്നെ മാർച്ച് 31-ാം തീയതി മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഒരു തെളിഞ്ഞു വന്നു. പക്ഷെ അതിവിടെ കാണിക്കാനുള്ള പെർമിഷൻ ഇല്ല. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളർച്ച വന്നിട്ടുണ്ട്. ഞാൻ സൺഡേ മാത്രം കുർബാന കൂടുന്നൊരു ക്രിസ്ത്യാനിയായിരുന്നു. പക്ഷേ ഡെയിലി വൈസ് എനിക്ക് കുർബാനയിലുള്ള പങ്കാളിത്തം എൻ്റെ കുടുംബത്തോടെ പങ്കെടുക്കാനുള്ളൊരു ഇത് കിട്ടി. 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം, അതേപോലെ ധ്യാനം കേൾക്കും. അച്ഛൻ്റെ ഡെയിലി ഇവിടെ എല്ലാ ദിവസവും കൂടും, ടോക്സ് കേൾക്കും, ഷെയർ ചെയ്യും, ധ്യാനം സ്റ്റാറ്റസ് ഇടും. അങ്ങനെ ഒരുപാട് ആത്മീയ പ്രവർത്തികളിലൂടെ എൻ്റെ കുടുംബം മുന്നേറാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡും ബ്രദറും കൂടുതൽ ആത്മീയപരമായ രീതിയിൽ വളർച്ചയിൽ സാധിച്ചു. പിന്നെ അപ്പോൾ ഇങ്ങനെ ആത്മീയമായിട്ടുള്ള ഒരുപാട് വളർച്ചകൾ എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാതാവിൻ്റെ കൃപയാൽ സാധിച്ചിട്ടുണ്ട്. അതിന് അമ്മയോട് ഞാൻ കൂടുതൽ നന്ദി പറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. എനിക്ക് നിരവധിയായ കൊച്ചു നന്മകളും വലിയ നന്മകളും പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. അത് എല്ലാം ഇപ്പോൾ ഇവിടെ പറയാൻ സാധിക്കില്ല. എൻ്റെ മകൻ്റെ പേരിൽ ഉടമ്പടി പുതുക്കിയ സമയത്ത് എനിക്ക് ലഭിച്ച നന്മകളാണ്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. മകളുടെ ജോലി എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എഴുതിയിരുന്നു. എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 25-ാം വചനമാണ്. പലപ്പോഴും നമ്മൾ ശാരീരികമായും മാനസികമായും ആത്മീയമായും ക്ഷീണിതരായിട്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ചിലപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ തളരാം, ജീവിത പ്രശ്നങ്ങളിൽ മടുത്തു പോകാം. എന്നാൽ ദൈവം പറയുന്നത്, നിൻ്റെ ക്ഷീണം ഞാൻ മാറ്റും, നിൻ്റെ ശൂന്യത ഞാൻ നീക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി മക്കൾക്കുള്ള ഒരു വലിയ വാഗ്ദാനം ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമാണ്. മരിയൻ ഉടമ്പടി ഒരു ആത്മീയ സമർപ്പണമാണ്. ആ സമർപ്പണത്തിലാണ് നമ്മുടെ ക്ഷീണവും നമ്മുടെ ദുഃഖവും നമ്മുടെ കടബാധ്യതയും എല്ലാം അകറ്റുന്ന ആ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നാം മുന്നോട്ട് നയിക്കുന്നത്. ഈ മകന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകന് നല്ലൊരു ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നല്ലൊരു ഒപ്പീനിയനാണ് കിട്ടിയത്. അത് ഈശോയുടെ മമ്മയുടെ വലിയൊരു കൃപയാണ്. കാരണം ഈ മകൾക്ക് അത് മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ. ഈശോയുടെ മമ്മയോട് പ്രാർത്ഥിച്ച് തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളായ തൈലമാണ് ആ കുട്ടി പ്രാർത്ഥന കഴിഞ്ഞ് അവൻ തന്നെയാണ് പ്രാർത്ഥിച്ചു എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നല്ലൊരു മകനായിട്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നു നിൽക്കുന്നത്. മകനോട് പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചത് എനിക്കെന്ന് ഉടമ്പടി എടുക്കാമെന്നാണ്. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈശോയുടെ മമ്മയോടുള്ള ആ സ്നേഹം 16 വയസ്സ് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആ കുട്ടിയോട് ഇപ്പം തന്നെ അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ കൂടി അവൻ കടന്നു പോയപ്പോൾ അവൻ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും അവൻ തന്നെയുള്ള ഒരാഗ്രഹമാണ് അമ്മയുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്കെന്ന് ഉടമ്പടി എടുക്കാമെന്ന് ചോദിക്കുന്നത്. ഇതാണ് പരിശുദ്ധമ്മ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കുട്ടികളുടെ ഭാവിയെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ നേർവഴിയെ തന്നെ ഈശോയും അമ്മയും കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് വഴി കാണിച്ചു കൊടുത്താൽ മാത്രം മതി. കുട്ടികളെ എന്ത് തന്നെ ആയാലും ഏത് വിധത്തിലായാലും ഏത് പ്രശ്നത്തിലായാലും നമ്മളൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി. അമ്മയുണ്ട്, കൂടെയുണ്ട്. ഈശോയാണ് നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ കയ്യിലാണ്, ഈശോയുടെ കയ്യിലാണെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൊച്ചുപിള്ളേർ അമ്മയുടെയും ഈശോയുടെയും കരയിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് വന്ന യൂട്രസിലുണ്ടായിരുന്ന അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യമാണ് ഈശോയും അമ്മയെ കൊടുത്തത്. ഉടമ്പടി ജീവിതത്തിലൂടെ ആ കൊച്ചുകുട്ടിയുടെ വയറ്റിൽ പോയ കോയിൻ വിഴുങ്ങിയ ആ സംഭവം
അത് വളരെ ചെറിയ പ്രായത്തിൽ 2 വയസ്സായ കുട്ടിക്ക് ഒരു വലിയ കൊന എക്സ്റേയിൽ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നതാണ്. പക്ഷേങ്കിൽ അവിടെയും ഈശോയുടെ മമ്മിയുടെ സാന്നിധ്യമാണ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും അങ്ങനെ ആ കുട്ടിക്ക് ആ പ്രശ്നത്തിൽ നിന്ന് ആ കടമ്പ കടക്കുവാനായിട്ട് ഈശോ മമ്മയും കൂടെ നിന്ന് സഹായിക്കുകയാണ് ഈ മകളെ ചെയ്ത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സംരക്ഷണവും സുരക്ഷിതത്വവും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ സംരക്ഷിച്ച ഈശോയും അമ്മയുമാണ് ഈ മകളെ ഇന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി കൊണ്ടുവന്നത്. ഉടമ്പടി ജീവിതം നമ്മളെ വിളിക്കുന്നത് അനുദപിക്കുക, നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ്. കൂടുതൽ രമ്യതപ്പെടുവാനും മറ്റുള്ളവരോട് കൂടെ കൂടുതൽ സഹകരിക്കാനും മറക്കുവാൻ ക്ഷമിക്കുവാനും സഹകരിക്കുവാനുമുള്ള ശക്തിയാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മരിയൻ ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പുതുക്കലാണ്, ഒരു റിന്യൂവലാണ്. നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്ന ദൈവം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കൂടുതൽ ക്ഷീണിതരെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലിജി ജോസഫിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, ആവേ മരിയ.